ആശങ്കകൾക്കും എതിർപ്പുകൾക്കുമിടയിലും കേരളം ഉൾപ്പെടെ 12 സംസ്ഥാനങ്ങളിൽ SIR നടപടികൾ തുടങ്ങിയിരിക്കുകയാണ്. പ്രമുഖരുൾപ്പെടെ നിരവധി ആളുകളുടെ വീടുകളിൽ ഉദ്യോഗസ്ഥരെത്തി എന്യൂമറേഷൻ ഫോം കൈമാറി തുടങ്ങിയിരിക്കുന്നു. ഒരു മാസത്തേക്കാണ് വിവരശേഖരണം. 3 തവണ BLOമാർ നമ്മുടെ വീടുകളിലേക്ക് എത്തും. പക്ഷേ SIR നടപടിക്രമങ്ങളിൽ പല സംശയങ്ങളാണ് ജനങ്ങൾക്കുള്ളത്, പ്രത്യേകിച്ച് പ്രവാസികൾക്കും. അവർ കുടുംബം കെട്ടിപ്പടുക്കാനായി പ്രവാസ ലോകത്ത് ചേക്കേറിയവരാണ്. കുടുംബമായി അവിടെ താമസിക്കുന്നവരുമുണ്ട്. അങ്ങനെയുള്ളവർക്ക് വോട്ട് നഷ്ടമാകുന്ന ഒരു സ്ഥിതി ഉണ്ടാകുമോ? പ്രവാസികൾ വോട്ടുറപ്പിക്കാൻ എന്തൊക്കെ ചെയ്യണം? SIRനെ കുറിച്ചുള്ള സംശയങ്ങൾക്ക് മറുപടി നൽകാൻ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ ഖേൽക്കർ തത്സമയം മീഡിയ വണിനൊപ്പം ചേരുകയാണ്. അപ്പോൾ പ്രവാസികൾക്കും സംശയങ്ങൾ ദൂരീകരിക്കാനായി ഇപ്പോൾ മുതൽ വിളിക്കേണ്ട നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സംശയങ്ങൾ വിളിക്കാനായി പ്രേക്ഷകർക്കും വിളിക്കാം. ഞാനപ്പോൾ ചോദ്യങ്ങളിലേക്ക് ചീഫ് ഇലക്ഷൻ ഓഫീസറിലേക്ക് കടക്കുകയാണ്. ശ്രീ രത്തൻ ഖേൽക്കർ തത്സമയം മീഡിയ വണിനൊപ്പമുണ്ട്. സർ, ആദ്യം തന്നെ വെൽക്കം. ഒപ്പം വലിയൊരു ബിഗ് താങ്ക്സ് കൂടി പറയുകയാണ്. ഈ വൈകിയ വേളയിൽ, സമയം ഒരുപാട് വൈകിയെന്നറിയാമെങ്കിലും മീഡിയ വണിനൊപ്പം തത്സമയം അതിഥിയായി എത്താൻ തയ്യാറായതിന് വലിയൊരു താങ്ക്സ്. യെസ് സർ, എന്തായാലും ഒരുപാട് തവണ ഈ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞിട്ടുണ്ടാകുമെന്നറിയാം. എങ്കിലും ഞാൻ ഒരിക്കൽ കൂടി ചോദിക്കുകയാണ്. SIR നടപടികൾ തുടങ്ങിയിരിക്കുന്നു. 3 തവണ BLOമാർ വീടുകളിലെത്തും. അപ്പോൾ ഒരു മാസത്തെ വിവരശേഖരണമൊക്കെയാണ് നടക്കുന്നത്. അപ്പോൾ അന്തിമ വോട്ടർ പട്ടിക വരുമ്പോൾ നമ്മൾ ബീഹാറിലൊക്കെ കണ്ടതുപോലെ ലക്ഷക്കണക്കിന് ആളുകൾ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തു പോകുന്ന ഒരു സ്ഥിതി കേരളത്തിൽ ഉണ്ടാകുമോ? ഇലക്ഷൻ കമ്മീഷനുടെ നിർദ്ദേശം അനുസരിച്ചിട്ട് നമ്മുടെ SIR കേരളത്തിൽ നമ്മൾ നടപ്പിലാക്കി വരികയാണ്. ആദ്യമായിട്ട് ഇന്നത്തെ ദിവസമാണ് എന്യൂമറേഷൻ ഫേസ് നമ്മൾ തുടങ്ങി വെച്ചിട്ടുള്ളത്. നമ്മുടെ SIRയുടെ ഗൈഡ് ലൈൻസ് അനുസരിച്ചിട്ട് നിലവിലുള്ള 2.78 കോടി വോട്ടേഴ്സിന് അവരുടെ വീട്ടിലേക്ക് എന്യൂമറേഷൻ ഫോം എത്തിക്കണം എന്നുള്ളതാണ് ഒരു കാര്യമുള്ളത്. അതാണ് ഇന്ന് BLOമാർ തുടങ്ങി വെച്ചിട്ടുള്ളത്. ഇതിലിപ്പോൾ ജനങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, വോട്ടർമാർ ചെയ്യേണ്ട ഒരു കാര്യം, BLOമാർ വീട്ടിലോട്ട് വരുമ്പോൾ ഈ ഒരു ഫോം പൂരിപ്പിച്ചിട്ട് തിരിച്ച് നൽകണം എന്നുള്ളതേ ഉള്ളൂ. ആ ഫോം തിരിച്ച് നൽകുമ്പോൾ എല്ലാ ആൾക്കാർ ഡ്രാഫ്റ്റ് ഇലക്ട്രൽ റോളിലെ അത് ഉൾപ്പെടും. അതാണ് ആദ്യമായിട്ട് എന്യൂമറേഷൻ ഫോം എന്ന് പറയുന്നത്, എന്യൂമറേഷൻ പ്രോസസ്സ്. അത് കണ്ടിട്ടായിരിക്കും ഏതെങ്കിലും വിധത്തിലുള്ള സംശയം രാഷ്ട്രീയ പാർട്ടികൾ ഏതെങ്കിലും പറയുന്നുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ ഉദ്യോഗസ്ഥർക്ക് ഏതെങ്കിലും വിധത്തിലുള്ള പ്രശ്നം ഫോം ഫില്ല് ചെയ്തതിൽ അവർക്ക് കാണാൻ സാധിക്കുകയാണെങ്കിൽ മാത്രമേ ഒരു നോട്ടീസ് കൊടുക്കാൻ പോകുന്നുള്ളൂ. ആ നോട്ടീസ് കൊടുത്ത ശേഷം ആൾക്കാർ ആവശ്യമുണ്ടെങ്കിൽ മാത്രം ആ ഒരു രേഖകൾ ഹാജരാക്കേണ്ടി വരും. ആ ഹാജരാക്കിയ ശേഷം ഏതെങ്കിലും വിധത്തിലുള്ള ഒരു തീരുമാനം എടുക്കാൻ EROമാർ അവർ കാര്യങ്ങൾ കൈകൊള്ളും. കൃത്യമായിട്ട് ആള് ഇന്നെലിജിബിൾ ആണെന്ന് തോന്നുവാണെങ്കിൽ മാത്രമേ ഒരു സ്പീക്കിംഗ് ഓർഡറോട് കൂടി ആ ആളെ ലിസ്റ്റിന് പുറത്താക്കേണ്ടി വരും. അങ്ങനെ ഒരു തീരുമാനം എടുക്കുവാണെങ്കിൽ ആൾക്കാർക്ക് വേണമെങ്കിൽ ഫസ്റ്റ് അപ്പീൽ എന്ന നിലയിൽ ജില്ലാ കളക്ടറുടെ മുൻപ് അവർക്ക് അപ്പീൽ കൊടുക്കാം. സെക്കൻഡ് അപ്പീൽ എന്നുള്ള നിലയിൽ ആ അപ്പീൽ ചീഫ് ഇലക്ടറൽ ഓഫീസർ മുൻപ് കൂടി വരാം. സോ നമ്മുടെ SIRയുടെ പ്രക്രിയ എന്ന് പറയുന്നത് എല്ലാ എലിജിബിൾ ആയിട്ടുള്ള വോട്ടേഴ്സിനെ വോട്ടേഴ്സ് ലിസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ് ആദ്യമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത്. പിന്നെ താങ്കളിപ്പോൾ ബീഹാറിന്റെ കാര്യം പറഞ്ഞു. ബീഹാറിലെ ഇലക്ഷൻ കമ്മീഷന് തന്നെ അവരുടെ പത്ര സമ്മേളനത്തിൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. 65 ലക്ഷം എന്ന് പറയുന്ന ആൾക്കാരുടെ ഒരു കണക്ക് ഇലക്ഷൻ കമ്മീഷന് തന്നെ പറഞ്ഞിട്ടുണ്ട്. അതിലെ മരിച്ച ആൾക്കാരുണ്ടാവും, ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും. അങ്ങനെ കൃത്യമായിട്ട് ഇലക്ട്രൽ റോൾ പ്രസിദ്ധീകരിച്ച ശേഷം ആർക്കെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അവർക്ക് അപ്പീൽ കൊടുക്കാം. ബീഹാറിൽ നമ്മൾ കണ്ടിട്ടുള്ളത് ജില്ലാ കളക്ടർമാരുടെ മുൻപ്, ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിന്റെ മുൻപ് ഒരു അപ്പീൽ പോലും ഫയൽ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് സത്യം. അങ്ങനെ ഇരിക്കെ ഇലക്ട്രൽ റോൾ കൃത്യമായിട്ടുള്ള ഇലക്ട്രൽ റോളായിട്ട് കണക്കാക്കേണ്ടി വരും. അതാണ് നിയമം. അതനുസരിച്ചിട്ട് തന്നെയാണ് ഇലക്ഷൻ കമ്മീഷന് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. SIR നമ്മൾ കേരളത്തിൽ നടപ്പിലാക്കുന്നത് ഈ എന്യൂമറേഷൻ ഫോം വീടുകളിൽ കൊണ്ടുവന്ന് തരികയാണ് ചെയ്യുക BLOമാർ എന്ന്. അങ്ങനെ BLOമാർ വീട്ടിലെത്തുമ്പോൾ വീട്ടിൽ ആളില്ലാതിരിക്കുന്ന ഒരു സ്ഥിതിയാണെങ്കിൽ എന്ത് ചെയ്യും? ഇലക്ഷൻ കമ്മീഷനുടെ നിർദ്ദേശം അനുസരിച്ചിട്ട് ആൾക്കാർ
വീട്ടിലില്ലെങ്കിൽ വേറെ ആരെങ്കിലും അവരുടെ സീനിയർ ആയിട്ടുള്ള അഡൽട്ട് മെമ്പർ ഓഫ് ദ ഫാമിലി എന്നാണ് പറയുന്നത്, അവരുടെ ബന്ധുക്കളോ അവരുടെ റിലേറ്റീവ്സോ ആരെങ്കിലും ഉണ്ടെങ്കിലും മതി അവരത് ഫോം സൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ മറ്റൊരു കാര്യം, ആര് ഇല്ലാന്ന് വെക്കാം, വീട് പൂട്ടിയിട്ടുണ്ടെങ്കിൽ BLOമാരോട് നേരിട്ട് സംസാരിക്കാം. ഒരു BLO ആപ്പ് ഉണ്ട്, ആ ആപ്പ് വഴി കോൾ എ BLO എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതുമൂലം ആ വോട്ടറുള്ള BLOക്ക് അവർ നേരിട്ട് സംസാരിക്കാം. നേരിട്ട് സംസാരിച്ചിട്ട് താങ്കൾക്ക് പറയാം, ഞാനിപ്പോൾ ഈ സ്ഥലത്താണുള്ളത്, എനിക്ക് നേരിട്ട് ബന്ധപ്പെടാം, അവിടെ കാണാൻ സാധിക്കത്തില്ല, എൻ്റെ ബന്ധുക്കൾ ആരും ഇല്ല ആ സ്ഥലത്ത് താങ്കൾ പോകുന്ന സമയത്തെന്ന് പറയുകയാണെങ്കിൽ അവർ വേറെ മാർഗം കണ്ടെത്തിയിട്ട് താങ്കളുടെ പ്രസൻസ് അവിടെ ഉണ്ടെന്നുള്ളത് അവിടെ ഉറപ്പുവരുത്തും. സോ താങ്കൾ നേരിട്ട് അവിടെ തന്നെ വേണം എന്ന് ഒരു നിർബന്ധമില്ല. അത് വേറെ മാർഗങ്ങളുണ്ട്. അത് നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ട് തന്നെ, എസ്പെഷ്യലി പ്രവാസികളുടെ സഹായിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉള്ളത്. താങ്കൾക്ക് വീട്ടിൽ തന്നെ വേണമെന്ന് ഇല്ല, ആരെങ്കിലും സീനിയർ ആയിട്ടുള്ള ആളോ ഉണ്ടെങ്കിലും മതി, ഇല്ലെങ്കിൽ തൊട്ടടുത്തുള്ള ആരെങ്കിലും റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു സിറ്റിസൺ ഉണ്ടെങ്കിൽ അത് മതി. അത് വേറെ ഇതിലെ പ്രത്യേകമായിട്ട് ഒരു സംശയമൊന്നും വേണ്ട. യെസ്, ശരി. ശരി, എന്തായാലും സാർ, ഞാൻ എൻ്റെ ഒരു സംശയം, എൻ്റെ ഒരു പേഴ്സണൽ ഡൗട്ടാണ്. ഞാൻ കഴിഞ്ഞ ഒരു 3-4 വർഷമായി ഇവിടെ കോഴിക്കോട് ഓഫീസിനടുത്ത് താമസിക്കുകയാണ്. എൻ്റെ വീട് കണ്ണൂരാണ്. അവിടെ വീട് പൂട്ടിക്കിടക്കുകയാണ്, വീട്ടിൽ ആരുമില്ല. കുറെ നാളുകളായിട്ട് ഞങ്ങൾ വല്ലപ്പോഴും അവിടെ പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഈ പറയുന്നത് പോലെ 3 തവണ BLOമാരെത്തുമ്പോൾ ഞങ്ങളെ ബന്ധപ്പെടാൻ കഴിയണമെന്നില്ല, കാണാൻ കഴിയണമെന്നില്ല, ഈ എന്യൂമറേഷൻ ഫോം എനിക്ക് പേഴ്സണൽ കൈപ്പറ്റാൻ കഴിയണമെന്നില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം? സാറി പറഞ്ഞതുപോലെ BLOയെ നേരിട്ട് കോൺടാക്ട് ചെയ്യുകയാണോ വേണ്ടത്, അതോ ഓൺലൈനായി അപേക്ഷിക്കണോ? താങ്കളുടെ വോട്ട് എവിടെയാണുള്ളത്? കണ്ണൂരാണ്. ഡിസ്കണക്ട് ആയി ഇല്ല, സാറിന് കേൾക്കാമോ? വോയിസ് ഇടയ്ക്ക് ഡിസ്കണക്ട് ആയി. ഇപ്പൊ കേൾക്കാം. യെസ്, കണ്ണൂർ ഡിസ്ട്രിക്റ്റിലാണ്, ബട്ട് സ്റ്റിൽ ഇപ്പോൾ ജോലി ചെയ്യുന്നത് കോഴിക്കോട് ആയതുകൊണ്ട് ഇവിടെയാണുള്ളത്. ഓക്കെ, ശരി. ഓക്കെ, പിന്നെ വീട്ടിലാരുമില്ല അല്ലേ? വീട്ടിൽ ആരുമില്ല, വീട് പൂട്ടിക്കടിക്കാണ്. ഒരുപോലെ എന്റെ ഇതേ ഒരു അവസ്ഥ ഒരുപാട് പേർക്കുണ്ടാകും. ഓക്കെ. സോ താങ്കൾക്ക് 2 ഓപ്ഷനാണുള്ളത്. ആദ്യത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത്, താങ്കൾക്ക് നാളെ മുതൽ ഈ എന്യൂമറേഷൻ ഫോം ഓൺലൈനായിട്ട് ഫിൽ ചെയ്തിട്ട് തിരിച്ചയക്കാം. അതാണ് ഫസ്റ്റ് ഓപ്ഷൻ. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത്, താങ്കളുടെ വീട്ടിലെ തൊട്ടടുത്തുള്ള ആരെങ്കിലും ഒരു അയൽവാസികൾ ആരെങ്കിലും ഉണ്ടാവുമല്ലോ? യെസ്, ഷുവർ. ഉണ്ടോ? ഉണ്ട്, തീർച്ചയായും ഉണ്ടല്ലോ. സോ BLOയോട് താങ്കൾക്ക് നേരിട്ട് സംസാരിക്കാം. BLOയോട് സംസാരിച്ചിട്ട് താങ്കൾ കോഴിക്കോടിലാണുള്ളത്, താങ്കൾക്ക് അങ്ങോട്ട് വരാൻ സാധിക്കത്തില്ല എന്ന് കൃത്യമായിട്ട് താങ്കൾ പറയുവാണെങ്കിൽ അവിടെ തൊട്ടടുത്തുള്ള അയൽവാസികൾ താങ്കളുടെ പ്രസൻസ് ആ വീട്ടിൽ തന്നെ ഉണ്ടെന്നുള്ളത് അത് ബോധ്യപ്പെടുത്താൽ മതി. വേറെ അതിലെ പ്രയാസങ്ങളൊന്നും ഉണ്ടാവില്ല. ശരി സാർ, നമുക്കൊരു കോൾ ഉണ്ട്. നമ്മുടെ പ്രവാസികളൊക്കെ അവരുടെ സംശയങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യാനായിട്ട് വിളിക്കുന്നതാണ്. തലശ്ശേരിയിൽ നിന്ന് തൻവീറുദ്ദീനാണ് ചേരുന്നത്. തൻവീറുദ്ദീൻ, കേൾക്കാമോ? യെസ്, രത്തൻ ഖേൽക്കർ തത്സമയം ഉണ്ട്, മീഡിയ വണിനൊപ്പമുണ്ട്. താങ്കൾക്ക് സംശയം ചോദിക്കാം അദ്ദേഹത്തോട്. ഓക്കെ, ഇന്ന് വൈകുന്നേരം എന്റെ വീട്ടില് BLO വന്നിരുന്നു ഈ ഫോം തരാൻ, SIR ഫോം തരാൻ വേണ്ടി. അപ്പോ എന്റെ അനുജന്റെ ഫോം മാത്രം അവർ തന്നില്ല. അപ്പൊ അവർ ചോദിച്ചപ്പോ അവര് പറഞ്ഞത് നിങ്ങളെ ലിസ്റ്റില് അനുജന്റെ പേരില്ല എന്നാണ്. അപ്പൊ നമ്മൾ നോക്കിയപ്പോ 2002 ലിസ്റ്റില് അനുജന്റെ പേരുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഞാൻ രാത്രി ആയപ്പോ BLOനെ നേരിട്ട് വിളിച്ചു ഫോണില്, എന്താണ് നിങ്ങൾ SIR ഫോം കൊടുക്കാത്തതെന്ന് ചോദിച്ചിട്ട്. അപ്പൊ അവര് പറഞ്ഞത് 2002 പേരുണ്ടായാൽ മാത്രം പോരാ, ഇപ്പൊ 2025 വോട്ടർ പട്ടികയിൽ നിങ്ങൾ പേരുണ്ടായാൽ മാത്രമേ നിങ്ങൾക്ക് ഫോം തരാൻ പറ്റുള്ളൂ എന്നാണ് പറഞ്ഞത്. അതേപോലെ എന്റെ വീട്ടിൽ പുതുതായിട്ട് 2 ആളെ വോട്ട് ചേർക്കാനുണ്ടായിരുന്നു. ഇപ്പോ മൂപ്പര് പറഞ്ഞത് ഇപ്പൊ പുതുതായിട്ട് വോട്ട് ചേർക്കാനൊന്നും പറ്റൂല, ഇപ്പൊ 2025 ലിസ്റ്റില് വോട്ടർ പട്ടികയിൽ പേരുള്ള ആളെ മാത്രമേ ചേർക്കാൻ പറ്റൂ, പുതുതായിട്ട് വോട്ട് ചേർക്കാനുള്ള ഓപ്ഷൻ ഒന്നുമില്ല എന്നാണ് BLO എന്നോട് പറഞ്ഞത്. അങ്ങനെ തന്നെയാണോ? സാർ, ചോദ്യം കേട്ട് കാണുമെന്ന് വിചാരിക്കുകയാണ്. കേട്ടു. ശ്രീ തൻവീർ, യെസ്, ശ്രീ തൻവീർ, ഇതിലെ താങ്കളോട് പറയാനുള്ളത്, നിലവിലുള്ള 2025 ലിസ്റ്റിലുള്ള എല്ലാ വോട്ടേഴ്സിനാണ് ഈ എന്യൂമറേഷൻ ഫോം കൊടുക്കുന്നത്. അതായത് 27 ഒക്ടോബർ 2025 ആ സമയം വരെ ഉണ്ടായിരുന്ന എല്ലാ വോട്ടേഴ്സിനാണ് ഈ എന്യൂമറേഷൻ ഫോം കൊടുക്കുന്നത്. താങ്കൾ നേരത്തെ 2002 ഉണ്ടായിരുന്നു, പക്ഷേ 2025 ഇല്ല എന്ന് പറഞ്ഞാൽ 25 ലിസ്റ്റിലില്ലെങ്കിൽ താങ്കൾക്ക് ആ ഒരു എന്യൂമറേഷൻ ഫോം കിട്ടാൻ പോകുന്നില്ല. പക്ഷേ
പേര് കൂട്ടിച്ചേർക്കണമെങ്കിൽ നമ്മുടെ ഡ്രാഫ്റ്റ് പബ്ലിക്കേഷൻ 9-ാം തീയതി കാണിട്ട് നമ്മൾ പ്രസിദ്ധീകരിക്കുമ്പോൾ ആ സമയത്ത് ആ ഓപ്ഷൻ ഓപ്പൺ ആവും. ഫോം 6 പുതിയതായിട്ട് എൻറോൾ ചെയ്യാൻ സാധിക്കും. ഫോം 6 വെച്ചിട്ട് ഒരു ചെറിയ ഡിക്ലറേഷൻ ഉണ്ടാവും. അത് സൈൻ ചെയ്ത് കൊടുത്താൽ മതി. വേറെ താങ്കൾക്ക് പ്രയാസമൊന്നും ഉണ്ടാവില്ല. അത് ഫോം 6 കൂടി താങ്കളുടെ പുതിയ ഒരു വോട്ടറായിട്ട് നമുക്ക് കൂട്ടിച്ചേർക്കാൻ സാധിക്കും. നവംബർ 9 ശേഷമാണോ ഫോം 6? നവംബർ 9 ഡിസംബർ 9-ാം തീയതിന് ശേഷമുള്ള ഡ്രാഫ്റ്റ് ഡിസംബർ 9-ന് ശേഷം. പുതുതായിട്ട് ആരെങ്കിലും വോട്ട് ആഡ് ചെയ്യാനോ ആണെങ്കിലോ ഡിസംബർ 9-ന് ശേഷമാണ്. അതെ, വോട്ട് ആഡ് ചെയ്യാനും സെയിം പ്രോസസ്സാണ്. അതെ, ഡിസംബർ 9-ന് ശേഷം ഫോം 6 വെച്ച് പുതുതായി പട്ടികയിൽ ആഡ് ചെയ്യണമെന്നാണ് അദ്ദേഹം പറയുന്നത്. എനിക്ക് തോന്നുന്നു സാർ, നമുക്ക് ഈ കോൾസ് വരുമ്പോൾ ഇടയ്ക്കൊരു ചെറിയൊരു ഇന്ററപ്ഷൻ ഉണ്ട്. യെസ്, താങ്ക് യു തൻവീറുദ്ദീൻ സർ. ഇപ്പോൾ ഈ ഫോം എന്യൂമറേഷൻ ഫോം ആണല്ലോ നൽകി തുടങ്ങിയിട്ടുള്ളത്. അതാണല്ലോ ആദ്യഘട്ട പ്രൊസീജിയർ എന്ന് പറയുന്നത്. ഇനി എപ്പോഴാണ് ഈ രേഖകളൊക്കെ നമ്മൾ നൽകേണ്ടി വരിക? സോ ആദ്യമായിട്ട് എന്യൂമറേഷൻ ഫോം ഫിൽ ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം, അതിലെ 3 സെക്ഷൻസ് ആണുള്ളത്. ആദ്യമായിട്ട് എപ്പിക്, അത് നിലവിലുള്ള എപ്പിക് കാർഡ് ഡീറ്റെയിൽസ് ആണ്. അത് കാണിട്ട് 2002 തങ്ങളുടെ അച്ഛനോ അമ്മയോ പിന്നെ ഗ്രാൻഡ് ഫാദറോ ഗ്രാൻഡ് പേരൻസോ മക്കളോ ആരെങ്കിലും ഇത് ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ അത് കൂട്ടിച്ചേർക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അത് കഴിഞ്ഞ ശേഷം താങ്കൾക്ക് ജസ്റ്റ് ഫോം സൈൻ ചെയ്ത് തരണം എന്നുള്ളതേ ഉള്ളൂ. ആ സമയത്ത് നമ്മൾ ഒരു ഡോക്യുമെന്റ്സ് ആവശ്യപ്പെടാൻ പോകുന്നില്ല. പിന്നെ ഏതെങ്കിലും വിധത്തിലുള്ള സംശയം നമ്മുടെ ഉദ്യോഗസ്ഥർക്ക് തോന്നുവാണെങ്കിൽ താങ്കളുടെ ആപ്ലിക്കേഷനിൽ അല്ലെങ്കിൽ അവിടുത്തെ BLAമാർ ഇല്ല ആരെങ്കിലും ഒരു താങ്കളുടെ പേര് ചേർത്തതിലെ ഒബ്ജക്ഷൻ പറയുമെങ്കിൽ മാത്രമേ ഒരു നോട്ടീസ് നമ്മൾ താങ്കൾക്ക് കൊടുക്കാനുണ്ടാവുള്ളൂ. ആ സമയത്ത് മാത്രമേ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള 12-ൽ ഏതെങ്കിലും ഒരു രേഖ താങ്കൾക്ക് ഹാജരാക്കേണ്ടി വരും എന്നുള്ളതാണ് ഒരു പ്രൊസീജിയർ. അതാണ് ഇപ്പോൾ നിലവിലുള്ളത്. ശരി സർ, ഇപ്പോൾ പ്രവാസികളെ സംബന്ധിച്ച് എങ്ങനെയാണ് അവരുടെ ഒരു പ്രൊസീജിയേഴ്സ്? ഇപ്പോൾ അവരുടെ ബന്ധുക്കൾ വീടുകളിൽ ഉണ്ടാകും, അങ്ങനെയുള്ളവർക്ക് എന്യൂമറേഷൻ ഫോം വഴി ഫില്ല് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അങ്ങനെയല്ല ഇനി കുടുംബമായി അവിടെയുള്ളവർ, ഇനി അവിടെ തന്നെ ജനിച്ച് അവിടെ വളർന്ന് പഠിക്കുന്നവർ, അവിടെ ജോലി ചെയ്യുന്നവരൊക്കെ ഉണ്ടാകുമല്ലോ, അവരെന്ത് ചെയ്യണം? സോ ആദ്യമായിട്ട് പ്രവാസി സുഹൃത്തുക്കൾ ഞാൻ നേരത്തെ സംസാരിച്ചപ്പോൾ അവരുടെ ഭാഗത്തിന് ഉണ്ടായിട്ടുള്ള ഒരു 2 പ്രധാനപ്പെട്ട കാര്യം ഉണ്ടായിരുന്നു. ആദ്യമായിട്ടുള്ള കാര്യം, അവരുടെ വീട്ടിലെ അവരുടെ അച്ഛനോ അമ്മയോ ആരോ ഒരു ബന്ധു അവരുടെ വീട്ടിൽ, അതായത് ഇവിടെ കേരളത്തിൽ ഒരാൾ ഉണ്ടെന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അങ്ങനെയാണെങ്കിൽ അവരിപ്പോൾ ഇവിടെ സ്ഥലത്തില്ല, പക്ഷെ വേറെ സ്ഥലത്താണ്. സോ അവർക്ക് ഓൺലൈനായിട്ട് ഒരു ഫോം സബ്മിറ്റ് ചെയ്യാം. ഇല്ലെങ്കിൽ BLO വീട്ടിലേക്ക് പോകുമ്പോൾ അവരുടെ വീട്ടിൽ ആരാണോ ഉള്ളത് ഒരു അഡൾട്ട് മെമ്പർ ഓഫ് ദ ഫാമിലി, അവർക്ക് വേണമെങ്കിൽ സൈൻ ചെയ്ത് ആ ഫോം തിരിച്ചു കൊടുക്കാം. അതാണ് ഫസ്റ്റ് ഓപ്ഷൻ. രണ്ടാമത്തെ ഓപ്ഷൻ, വീട്ടിൽ ആരുമില്ല, വീട് പൂട്ടിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ താങ്കളോട് പറഞ്ഞല്ലോ, തൊട്ടടുത്തുള്ള ആൾക്കാരോട് ആരെങ്കിലോട് അത് സംസാരിച്ചിട്ട് BLO വീട്ടിലേക്ക് പോകുന്ന സമയത്ത് ആരെങ്കിലും താങ്കളുടെ ഒരു അവിടെ വീട്ടിലുള്ള ഒരു കാര്യം സ്ഥിരീകരിക്കണം എന്നുള്ളതേ ഉള്ളൂ. സോ നമ്മുടെ പ്രവാസികൾക്കുള്ള ഒരു ആസ്പെക്ട് എന്ന് പറയുന്നത് അവരുടെ കയ്യിൽ, എല്ലാവരുടെ കയ്യിൽ പാസ്പോർട്ട് എന്തായാലും ഉണ്ട്. ഏതെങ്കിലും വിധത്തിലുള്ള ഒരു സംശയം ഇല്ല ഒരു റിക്വയർമെന്റ് വരുവാണെങ്കിൽ മാത്രമേ ആ ഒരു രേഖ 12-ലെ ഒരു രേഖ നമുക്ക് ഹാജരാക്കേണ്ടി വരും. എല്ലാവരുടെ കയ്യിൽ പാസ്പോർട്ട് ഉണ്ട്. അങ്ങനെ ഒരു പാസ്പോർട്ട് ഒരു 12-ൽ ഒരു രേഖ ആണ് ശരിക്കും. സോ അങ്ങനെയാണെങ്കിൽ അവർക്ക് വേറെ ഒരു ഇഷ്യൂ ഇല്ല. ശരി, ഷാർജയിൽ നിന്ന് ബഷീർ എന്ന പ്രേക്ഷകനുണ്ട്. ബഷീർ, ചോദിച്ചോളൂ. ഗുഡ് ഈവനിങ്. ഹലോ, ഗുഡ് ഈവനിങ് ശ്രീ ബഷീർ. ഹൗ ആർ യു സർ? I'm fine, Hello. Mr. Bashir. How are you? I am fine, sir. Sir, എനിക്കൊരു ഡൗട്ട് ഉണ്ട്. ഞങ്ങൾ ഫാമിലി ആയിട്ട് ഒരു ഷാർജയിലാണ് താമസിക്കുന്നത്. അപ്പോൾ അങ്ങനെ എന്റെ നാട്ടില് കാലിക്കറ്റ് എന്റെ വീടിപ്പം വീട്ടിലാരും ഇല്ല. ഞങ്ങളിപ്പം ഇവിടെ ആയിട്ട് നാട്ടിൽ വെക്കേഷൻ വരും മാത്രം ഒരു 2 weeks 3 weeks നാട്ടിലുണ്ടാവും. സോ ഹൗ ടു ഗോ അബൌട്ട് ദിസ് പ്രൊസീജിയർ? ശരി, എന്താ ചെയ്യേണ്ടത് ഈ താങ്കളുടെ വോട്ട് ഇവിടെ ഉണ്ടോ ശ്രീ ബഷീർ? നാട്ടിൽ എന്റെ വോട്ട് കാലിക്കറ്റില് കോഴിക്കോട് വഞ്ചിലല്ല എന്റെ വോട്ട് ഉണ്ടല്ലോ. അതെ, അതിന് എനിക്ക് 2002 താങ്കളുടെ അച്ഛനോ അമ്മയോ ആരെങ്കിലും ഒരു വോട്ടുണ്ടോ? അത്
ഓർമ്മയില്ല സാറേ. 2002 അറിയില്ല അല്ലെ? കുഴപ്പമില്ല. സോ നമുക്ക് ചെയ്യാനുള്ളത് ഒരു കാര്യമേ ഉള്ളൂ. നോ പ്രോബ്ലം. ഓക്കെ. ഓക്കെ, ആയിക്കോട്ടെ. ഞാൻ രണ്ട് ഓപ്ഷനും പറയാം. ഞാൻ ഞാൻ രണ്ട് ഓപ്ഷനും പറയാം. അത് വെച്ചിട്ട് നമുക്ക് തീരുമാനിക്കാം. ആദ്യമായിട്ട് 2019 വോട്ട് ചെയ്തിരുന്നു നാട്ടില്. ഓക്കെ, ഫൈൻ, ആയിക്കോട്ടെ, Okay. കുഴപ്പമില്ല, നോ പ്രോബ്ലം. സോ താങ്കൾക്കുള്ള ഒരു ഓപ്ഷന് 2025 താങ്കളുടെ പേര് ലിസ്റ്റിലുണ്ടെങ്കിൽ താങ്കൾക്ക് ഒരു എനുമറേഷൻ ഫോം കിട്ടും. ഇപ്പോൾ അത് ഓൺലൈനായിട്ട് നാളെ മുതൽ താങ്കൾക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് അത് ഫില്ല് ചെയ്തിട്ട് തിരിച്ചയക്കാം. ഓൺലൈനായിട്ട് തന്നെ അയക്കാം. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ ഫസ്റ്റ് ഓപ്ഷൻ. ഇപ്പോൾ രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് വീട്ടിൽ ആര് ഇല്ല എന്ന് നിങ്ങൾ പറഞ്ഞു. പക്ഷേ വീട്ടിന്റെ തൊട്ടടുത്ത് ആരെങ്കിലും താങ്കളുടെ ബന്ധുക്കളുണ്ടോ? എന്റെ സിസ്റ്റേഴ്സ് ഒക്കെ നിയർ ബൈ താമസിക്കുന്നുണ്ട്. പിന്നെ വളരെ ഈസി ആയി പോയി. ഇപ്പോൾ താങ്കൾക്ക് ഓൺലൈനായിട്ട് സബ്മിറ്റ് ചെയ്യാൻ പ്രയാസം ഉണ്ടെങ്കിൽ അവരോട് പറഞ്ഞിട്ട് അത് ഒപ്പിട്ടിപ്പിക്കാം. അതാണ് ഒരു ഓപ്ഷന്. പിന്നെ താങ്കൾ തന്നെ നേരിട്ട് ഓൺലൈനിൽ സബ്മിറ്റ് ചെയ്യുവാണെങ്കിൽ അതിൽ വെരിഫിക്കേഷന്റെ ഭാഗമായിട്ട് വീട്ടിലോട്ട് വരുമ്പോൾ താങ്കളുടെ സിസ്റ്ററോട് താങ്കളുടെ അവിടുത്തെ പ്രസൻസ് സ്ഥിരീകരിക്കണം പറഞ്ഞാൽ മതി. അവരത് വെരിഫൈ ചെയ്തിട്ട് പോകും. അല്ലെങ്കിൽ എന്റെ നെയ്ബേഴ്സിനോട് പറഞ്ഞാൽ അത് ഓക്കെ ആണോ? മതി, എനിത്തിങ് ഇസ് ഫൈൻ, നോ പ്രോബ്ലം. ഫൈൻ, ഓക്കെ. ഒരു അഡൽട്ട് മെമ്പർ ആയിരിക്കണമെന്നേ ഉള്ളൂ. യെസ്, അത്രേ ഉള്ളൂ. എന്തായാലും പാലക്കാട് നിന്ന് അബ്ദുൾ അസീസ് കൂടി ചേരുകയാണ്. അബ്ദുൾ അസീസ് സാറിനോട് ചോദിച്ചോളൂ. മാഡം, സാർ, ഞാൻ ഇവിടുന്ന് ഈ മാസം 9-ാം തീയതി ഗൾഫിൽ പോവാണ്. 26-ാം തീയതി മടങ്ങിയെത്തും. എന്താ ചെയ്യേണ്ടത് സാർ? ശരി, താങ്കൾ എപ്പോഴാണ് പോകുന്നത്? ഈ മാസം 9th. ഈ മാസം 9th Okay. പോയിട്ട് താങ്കളുടെ വോട്ട് എവിടെയുണ്ട്? പാലക്കാട്. ഓക്കെ, സോ എനുമറേഷൻ ഫോം താങ്കളുടെ വീട്ടിലോട്ട് വരുമ്പോ ആരെങ്കിലും വീട്ടിൽ കാണുമോ? ഉണ്ടാവും, മക്കളുണ്ട്. പിന്നെ അവർ ആരാണുള്ളത് ആ ഫോം അവര് ഫിൽ ചെയ്തിട്ട് തിരിച്ച് തന്നാ മതി, അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ സാർ. ഞങ്ങൾ ഈ മാസം മുതൽ മടങ്ങിയെത്തുകയും ചെയ്യും. 26-ാം തീയതി മടങ്ങിയെത്തുകയും ചെയ്യും. യെസ്, ഓക്കെ, അത് നന്നായി. ശരി. ബട്ട് ഒരു സംശയം വേണ്ട. ആരെങ്കിലും ഒരാൾ അതിന് സൈൻ ചെയ്താൽ മതി. ഒരു സീനിയർ ആയിട്ടുള്ള ഒരു അഡൽട്ട് മെമ്പർ വീട്ടിൽ ആരാണുള്ളത് അവർ സൈൻ ചെയ്താൽ മതി. അതില് ആധാർ കാർഡ് എടുത്തു വെക്കണോ അതോ ID കാർഡ് എടുത്തു വെക്കണോ? ഇപ്പോ നിലവിലെ 4-ാം തീയതി മുതൽ ഇന്ന് തുടങ്ങി വെച്ചിട്ടുള്ള പ്രക്രിയ ഡിസംബർ 4-ാം തീയതി വരെ എനുമറേഷൻ ഫേസ് ആയിട്ടാണ് പറയുന്നത്. ആ സമയത്ത് ഒരു രേഖ പോലും നമ്മൾ ആവശ്യപ്പെടുന്നില്ല. സെക്ഷൻ കൂടി ചേരുകയാണ്. സിദ്ദിഖ് സാറിനോട് ചോദിച്ചോളൂ. സിദ്ദിഖ് കേൾക്കാമോ? സിദ്ദിഖ് കേൾക്കാമെങ്കിൽ ചോദ്യം ചോദിച്ചോളൂ. ഹലോ, സിദ്ദിഖ് കേൾക്കാമോ? അവിടെ TV ശ്രദ്ധിക്കാതെ ഇവിടെ ഫോണിൽ ശ്രദ്ധിക്കാമോ? യെസ്, കോള് കട്ടായിട്ടുണ്ട്. സർ, ഒരുപാട് പേർക്ക് ഈ സർട്ടിഫിക്കറ്റ് ഏത് നൽകണം, രേഖ എന്ത് നൽകണം എന്നതിൽ ഒരു അവ്യക്തതയുണ്ട്. 12 രേഖകൾ എന്ന് പറഞ്ഞു. പക്ഷേ അതിൽ ഏതെങ്കിലും ഒരെണ്ണം ആവശ്യമുണ്ടെങ്കിൽ മാത്രം നൽകണമെന്നാണല്ലോ. അത് ഏതാണ്? ആധാർ ആയാലും കുഴപ്പമില്ല എന്നല്ലേ ഇപ്പോൾ? അതെ, കറക്റ്റ്. അതെ, അതിലെ 12 രേഖകളിൽ ആധാർ ഒരു രേഖയാണ്. പക്ഷേ ആധാർ ഒരു പ്രൂഫ് ഓഫ് ഐഡന്റിറ്റി ആയിട്ടാണ് ഇലക്ഷൻ കമ്മീഷൻ അതിനെ കാണുന്നത്. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ, അതായത് ഉദ്യോഗസ്ഥർക്ക് ഇല്ലെങ്കിൽ അവിടെ ഒബ്ജക്ഷൻ ചെയ്യുന്ന ആൾക്കാർക്ക് കൊടുത്തിട്ടുള്ള രേഖ അതായത് ആധാർ ആണെങ്കിൽ ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ബാക്കി രേഖകൾ പരിശോധിക്കണമെന്നുള്ളതേ ഉള്ളൂ. അതാണ് പ്രൊസീജിയർ. ശരി സർ, ഇപ്പോൾ 2002 വോട്ടർ പട്ടികയിൽ പേരില്ല, പക്ഷേ ഇപ്പോഴുള്ള വോട്ടർ പട്ടികയിൽ പേരുണ്ട്. അങ്ങനെയുള്ളവർ സ്വന്തം യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റിനൊപ്പം മാതാപിതാക്കളിൽ ആരെങ്കിലും ഒരാളുടെ ഒരു രേഖ കൂടി നൽകണ്ടേ? അതും ഈ പറയുന്ന ആധാറോ മറ്റേ ലൈസൻസ് ഏതാണോ അത് ഏതെങ്കിലും ഒരെണ്ണം നൽകിയാൽ മതിയോ? അതെ, അതിലൊരു ക്ലാരിറ്റി കൊടുക്കാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ താങ്കളുടെ പേര് 2002 ലിസ്റ്റിലില്ല, 2025 ലിസ്റ്റിലുണ്ട്. പക്ഷെ താങ്കളുടെ മാതാപിതാവുടെ പേര് 2002 ലിസ്റ്റിലുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ അവരുടെ തൊട്ടടുത്തുള്ള ഫസ്റ്റ് റിലേഷനുള്ള ബന്ധുക്കൾ ആരെങ്കിലും ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ അത് ഫോമിൽ ഫിൽ ചെയ്യുവാണെങ്കിൽ അത് നമ്മൾ പറയുന്നത് ഒരു പ്രോജനി മാപ്പിംഗ് എന്നാണ് പറയുന്നത്. അതായത് താങ്കളുടെ ഫാമിലിയുടെ ഡിസെൻഡൻസിനെ നമ്മൾ മാപ്പ് ചെയ്യാനുള്ള ഒരു പ്രക്രിയയാണ്. അങ്ങനെ താങ്കളുടെ ഏതെങ്കിലും 2002 ലിസ്റ്റിലുള്ള
താങ്കളുടെ പ്രോജനി അച്ഛനോ അമ്മയോ ഗ്രാൻഡ് മദർ അങ്ങനെയുള്ള തൊട്ടടുത്തുള്ള ഡീറ്റെയിൽസ് കൊടുക്കുകയാണെങ്കിൽ പിന്നെ ആ സമയത്ത് താങ്കൾക്ക് വേറെ ഒരു രേഖ പോലെ കൊടുക്കേണ്ടി വരത്തില്ല എന്നുള്ളതാണ് ഇപ്പോഴുള്ള ഒരു ഇൻസ്ട്രക്ഷൻ. അങ്ങനെ ഇല്ലെങ്കിൽ 2002 ലിസ്റ്റിൽ താങ്കൾക്ക് ആരോ ഒരു ബന്ധു ഇല്ല, അച്ഛൻ അമ്മയുടെ ഡീറ്റെയിൽസ് അവിടെ ഇല്ല, അങ്ങനെ വരുവാണെങ്കിൽ മാത്രം താങ്കൾ പറഞ്ഞ മാതിരി 1987 മുൻപ് ജനിച്ചിട്ടുണ്ടെങ്കിൽ അത് അവർക്ക് മാത്രം ഒരു 12 രേഖ കൊടുക്കണം. 1987 മുതൽ 2004 വരെ ജനിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് അവരുടെ രേഖ, പിന്നെ അച്ഛനും അമ്മയുടെ ഒരു രേഖ കൊടുക്കേണ്ടി വരും. പിന്നെ മൂന്നാമത്തേത് 2004 കഴിഞ്ഞിട്ട് ജനിച്ചിട്ടുണ്ടെങ്കിൽ താങ്കളുടെ ഒരു രേഖ കൊടുക്കണം, അച്ഛന് അമ്മയുടെ രേഖ കൂടി കൊടുക്കേണ്ടി വരും. അതാണ്. സോ നമ്മൾ ഉദ്ദേശിക്കുന്നത് 2002 ലിസ്റ്റിലുള്ള താങ്കളുടെ അച്ഛനോ അമ്മയോ അവരുടെ ബന്ധുക്കളുടെ ഡീറ്റെയിൽസ് നമ്മൾ കൃത്യമായിട്ട് മാപ്പ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ ഇതുപോലത്തെ ഒരു രേഖകൾ കൊടുക്കേണ്ട അവസരം വരത്തില്ല. ശരി, അതിൽ മാതാപിതാക്കളുടെ രേഖ എന്ന് പറയുമ്പോൾ ആധാർ ആയാലും മതിയോ? അതെ, 12 ഒരു രേഖയാണ്. ഒരു രേഖ മതി. ശരി, നമുക്കൊരു പ്രേക്ഷകനുണ്ട്, സെലിൻ അബുദാബിയിൽ നിന്ന്. ഒരു രേഖ കൊടുക്കണം എന്നുള്ളത്. ഓക്കെ, സെലിൻ ചോദിച്ചോളൂ അദ്ദേഹത്തോട്. ഗുഡ് ഈവനിങ്, ഐ ആം സലിൽ ഫ്രം അബുദാബി. ചോദിച്ചോളൂ. ഗുഡ് ഈവനിങ്. Good evening. I am from Kollam, and recently I moved in the same constituency. I moved a house from one village to another village. So the BLO will come to my old house, and if there is nobody, what will happen? So your vote wherever it is currently, the BLO will go to that house. Okay. If there is nobody there, you can ask somebody around that house, maybe the neighbor, somebody, relatives, or somebody who's there who can confirm your presence in that house. And that means that you are staying there, and somebody has to confirm that. They can sign your form and give it back. That is one option. Okay. Second option is you can also give all the enumeration forms online. Okay, sir. One more, because my old house I recently rented. Some other family is staying. So in the same house there will be multiple voters at that. Okay. I already rented the old house. Okay. No. Okay, there is no problem at all. No issues. There's no problem. Okay. ശരി സർ, ഇപ്പോൾ ഈ ഓൺലൈൻ അപേക്ഷയുടെ ഒരു പ്രൊസീജിയർ എങ്ങനെയാണ് സർ? ഈ ഓൺലൈൻ അപേക്ഷയിൽ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും അതിലൊരു ഫിസിക്കൽ വെരിഫിക്കേഷൻ പിന്നീട് ഉണ്ടാകുമോ? അങ്ങനെയുണ്ടെങ്കിൽ തന്നെ അതിന്റെ ഒരു നടപടിക്രമം എങ്ങനെയായിരിക്കും സർ? ഓക്കെ, ഇത് SIR എന്ന് പറയുന്നത് ഡോർ ടു ഡോർ വെരിഫിക്കേഷൻ റിക്വയർമെന്റ് ഉണ്ട്. കാരണം ഈ ആൾ അവിടെ ഉണ്ടോ ഇല്ല എന്നുള്ളത് ഒരു വെരിഫിക്കേഷൻ ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ ഓൺലൈനായിട്ട് സബ്മിറ്റ് ചെയ്യുന്ന ആളാണെങ്കിൽ അവരുടെ വെരിഫിക്കേഷന് BLO വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് വീട്ടിലോട്ട് പോകും. അപ്പോൾ ആരെങ്കിലും വീട്ടിലില്ല എന്ന് ഉണ്ടെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞ മാതിരി BLOയോട് സംസാരിക്കാം. പിന്നെ താങ്കളെ വീട്ടിലില്ല എന്ന് പറയാം. ആ വീട്ടിലെ പോകുന്ന സമയത്ത് തൊട്ടടുത്തുള്ള താങ്കളുടെ റിലേറ്റീവ്സോട് പറയുകയാണെങ്കിൽ അത് അവരുടെ പ്രസൻസ് അവിടെ ഒരു കൺഫേം ചെയ്താൽ മതി. അവർക്കൊരു ലോക്കൽ എൻക്വയറി സമയത്ത് അവർക്കൊരു സാറ്റിസ്ഫാക്ഷൻ ആവും, അത്രേ ഉള്ളൂ. അത് അങ്ങനെ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ പിന്നെ വേറെ പ്രയാസങ്ങളൊന്നും ഇല്ല. ശരി, ഏതാണ് സർ സൈറ്റ് അപ്പോൾ ഈ ഓൺലൈൻ അപേക്ഷ നൽകേണ്ടത്? സൈറ്റ് എന്ന് പറയുന്നത് ഒരു voters.eci.gov.in എന്നുള്ള സൈറ്റ് ഉണ്ട്. അത് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ അവിടെ പോയാൽ അവിടെ മൊത്തം സൈറ്റിൽ ഞങ്ങൾക്ക് കാണാം. ഗൂഗിൾ സെർച്ച് ചെയ്യാം. ഇല്ലെങ്കിൽ CO കേരള താങ്കൾ ഗൂഗിൾ സെർച്ച് ചെയ്താലും താങ്കൾക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് വോട്ടേഴ്സ് കോർണർ ഉണ്ട് നമ്മുടെ വെബ്സൈറ്റിൽ തന്നെ. അവിടുന്ന് താങ്കൾക്ക് എല്ലാ ഡീറ്റെയിൽസ് അവിടെ കിട്ടും. 2002 മൊത്തം ഡീറ്റെയിൽസ് നമ്മളവിടെ വെബ്സൈറ്റിൽ നമ്മൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. 2025 ലിസ്റ്റ് വേണമെങ്കിൽ താങ്കൾക്ക് അവിടെ കമ്പയർ ചെയ്ത് നോക്കാം. അങ്ങനെ ബാക്കി എല്ലാ ഡീറ്റെയിൽസ് നമ്മുടെ ഈ ഫോം ഫിൽ ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് എല്ലാ അഡ്വർടൈസ്മെന്റ്സ് ബാക്കി എല്ലാ കാര്യങ്ങളും അവിടെ വെച്ചിട്ടുണ്ട്. സോ CO കേരള ഗൂഗിൾ സെർച്ച് ചെയ്തിട്ട് താങ്കൾക്ക് വോട്ടേഴ്സ് കോർണറിലോട്ട് പോകുമ്പോൾ മൊത്തം ഡീറ്റെയിൽസ് അവിടെ അവൈലബിൾ ആണ്. ശരി, ഖത്തറിൽ നിന്ന് സുഹാജിർ ചേരുന്നുണ്ട്. സുഹാജിർ സാറിനോട് ചോദിച്ചോളൂ. ഹലോ സർ, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ് സർ. സർ ആക്ച്വലി നമ്മള് മറ്റേ ഇവിടുന്ന് വെബ്സൈറ്റിൽ കയറി ഓവർസീസ് എലക്ടറിൽ നമ്മൾ രജിസ്റ്റർ ചെയ്ത് ഓൾറെഡി ഫോം സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോ
ഫോം 6A സബ്മിറ്റ് ചെയ്തു, നമ്മള് ഫോം സബ്മിറ്റ് ചെയ്തു, നമുക്ക് റെഫറൻസ് നമ്പർ കിട്ടി, നമ്മുടെ കയ്യിൽ PDF ആയി ഡൗൺലോഡ് ചെയ്ത് അതിന്റെ ഫോം നമ്മുടെ കയ്യിലുണ്ട്. അപ്പൊ നമ്മൾ പ്രവാസികൾ ഇത് ചെയ്താൽ മതിയോ? ഇനി നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ് ചെയ്യുന്നത്? സോ താങ്കൾ ഫോം 6 എപ്പോഴാണ് സബ്മിറ്റ് ചെയ്തത്? നമ്മൾ November 1st ചെയ്തു. November 1st ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഇത് താങ്കളുടെ ഫോമിന് അപ്രൂവ് ആയി വന്നിട്ടില്ല അല്ലേ? ഇത് പ്രോസസ്സിലാണ്. ഇല്ല, നമ്മൾ ഫോം ജസ്റ്റ് സബ്മിറ്റ് ചെയ്തു, നമുക്ക് റെഫറൻസ് നമ്പർ കിട്ടി, അതിന്റെ കോപ്പി നമുക്ക് ഡൗൺലോഡ് ചെയ്ത് നമ്മുടെ കയ്യിലെടുത്ത് വെച്ചിട്ടുണ്ട്. ഫോം 6A. ഓക്കെ. സോ താങ്കൾ നിലവിലുള്ള ലിസ്റ്റിലില്ല അല്ലേ? താങ്കൾ നിലവിലുള്ള ലിസ്റ്റിലില്ല. ഇല്ല, 2002 ലിസ്റ്റിലില്ല. കാരണം 2025 ലിസ്റ്റിലെ അല്ലല്ല 2025 ലിസ്റ്റിലുണ്ടോ താങ്കൾ വോട്ടറായിട്ട്? അതെ, 2025 ലിസ്റ്റിലുണ്ട്. ഓക്കെ. സോ താങ്കൾക്ക് ഒരു എനുമറേഷൻ ഫോം കിട്ടും, അത് താങ്കൾ ഫിൽ ചെയ്തിട്ട് തിരിച്ചയച്ചാൽ മതി, അത്രേ ഉള്ളൂ. ശരി. ദുബായിൽ നിന്ന് അബ്ദുൾ ഫോം റസാഖ് 6 താങ്കൾ പറഞ്ഞത് ആരുടെ ഫോം 6 ആയിരുന്നു? മക്കളുടെ ആണോ? ഫോം 6A. അതെ, ഫോം 6A. ഓ, ആരുടെയാണത്? എന്റേതാണ്. കേൾക്കുന്നില്ല, ക്ലിയർ ആയില്ല. യെസ്, അതിൽ ഒരു ചെറിയൊരു ക്ലാരിറ്റിയുടെ പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നു. കോൾ കട്ടായി. നമുക്ക് മറ്റൊരു പ്രേക്ഷകരിലേക്ക് പോകാം. ദുബായിൽ നിന്ന് അബ്ദുൾ റസാഖ് എന്ന പ്രേക്ഷകൻ ചേരുന്നുണ്ട്. അബ്ദുൾ റസാഖ് സാറിനോട് ചോദിച്ചോളൂ. ഹലോ സാർ. നമസ്കാരം. നമസ്കാരം. ഞാൻ ദുബായില് ഫാമിലി ആയിട്ട് ഇപ്പൊ ഇവിടെയാണ് താമസിക്കുന്നത്. ഭാര്യ മക്കളൊക്കെ ഇവിടെയുള്ള. എന്റെ വീട് അവിടെ അടച്ചിട്ടാണുള്ളത്. വീട്ടിലെ മുമ്പിൽ തന്നെ എന്റെ ഭാര്യയുടെ ഉമ്മയും സഹോദരനും താമസിക്കുന്നുണ്ട്. അപ്പൊ എന്റെ വീട്ടിൽ വന്ന് അവര് വീടിന്റെ ആൾക്കാർ വന്നു കഴിഞ്ഞാൽ ആ ഫോം അവിടെ വീട്ടില് ഭാര്യയുടെ ഉമ്മയുടെ കയ്യിൽ കൊടുത്തിട്ട് ഉമ്മ ഒപ്പിട്ട് കൊടുത്താൽ മതിയാവോ? മതിയാവും. 2022 വോട്ടർ ലിസ്റ്റിൽ പേരുള്ളതാണ് ഭാര്യയും മക്കളും. അത് പ്രശ്നമില്ല. 2025 ലിസ്റ്റിലുള്ള എല്ലാ ആൾക്കാർക്കും എനുമറേഷൻ ഫോം കിട്ടും. താങ്കളുടെ പേരുണ്ടെങ്കിൽ താങ്കളുടെ വീട്ടിലെ ആൾ വരും, തൊട്ടടുത്തുള്ള താങ്കളുടെ ബന്ധു അതിനെ സൈൻ ചെയ്ത് തന്നാൽ മതി, അത്രേ ഉള്ളൂ. അത്ര വേറെ ID കാർഡ്, പാസ്പോർട്ട് കോപ്പി അങ്ങനത്തെ എന്തെങ്കിലും ആവശ്യമുണ്ടോ? നിലവിലെ അങ്ങനെ ഒരു രേഖകൾ ഇപ്പോൾ ആവശ്യമില്ല. ആ ഫോം കൃത്യമായിട്ട് ഫിൽ ചെയ്തിട്ട് തിരിച്ച് തരണം എന്നുള്ളതേ ഉള്ളൂ. ആവശ്യം വരുവാണെങ്കിൽ മാത്രമേ രേഖകൾ നമ്മൾ വെരിഫൈ ചെയ്യാൻ പോകുന്നുള്ളൂ. ഓക്കെ, താങ്ക് യു സാർ. ശരി, താങ്ക് യു റസാഖ് സാർ. ഇനി അടുത്തതായി ചോദിക്കാനുള്ള ഒരു ചോദ്യം എന്ന് പറയുന്നത്, ഇന്നത്തെ മീഡിയ വണിന്റെ എക്സ്ക്ലൂസീവ് വാർത്തയായിരുന്നു. ഈ SIR നടപടിക്രമങ്ങളിൽ ഈ ഇരട്ട വോട്ട് ചേർക്കുന്നത് തടയാനോ അല്ലെങ്കിൽ അത് കണ്ടെത്താനോ സംവിധാനമില്ല എന്നത്. നിലവിൽ ഈ ഇരട്ട വോട്ട് ചേർക്കപ്പെട്ടു കഴിഞ്ഞാൽ അതെങ്ങനെ മനസ്സിലാക്കും, അതെങ്ങനെ കണ്ടെത്തും സാർ? ഓക്കെ, നിലവിലുള്ള ഒരു സംവിധാനം വെച്ചിട്ട് ഇപ്പോൾ നമ്മൾ ഈ SIRയുടെ കാര്യം തന്നെ ഞാൻ പറയാം. ഇപ്പോൾ താങ്കൾ പറയുന്നത് 2 സ്ഥലത്ത് ഒരാൾക്ക് വോട്ടുണ്ടെന്നുള്ളതല്ലേ? അതെ, 2 താമസിക്കുന്നവർക്ക് എന്യൂമറേഷൻ ഫോം ലഭിക്കുന്നു, അത് അവർ ഫില്ല് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ അതൊരു ഇരട്ട വോട്ട് ചേർക്കപ്പെടുകയല്ലേ അവിടെ ചെയ്യുന്നത്? അതെ, അതിലെ ഇപ്പോൾ സംവിധാനമുള്ളത് 2 സ്ഥലത്ത് ഒരാൾ, അത് ഞാൻ ഒരു ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷനാണ് പറയുന്നത്. 2 സ്ഥലത്ത് ഒരാൾ മിസ്റ്റർ എക്സിന് 2 സ്ഥലത്ത് വോട്ടുണ്ട് എന്ന് പറയാം, ഹൈപ്പോത്തറ്റിക്കൽ സിനാറിയോ. അവിടെ 2 സ്ഥലത്ത് ഈ എനുമറേഷൻ ഫോം BLO അത് ഡൗൺലോഡായി ചെയ്തപ്പെടും. കാരണം എല്ലാ എനുമറേഷൻ ഫോംസ് BLOമാർ കൊടുക്കണം. ഇത് വേറെ വേറെ ബൂത്ത് ആയിരിക്കുമെന്ന് നമുക്ക് വിചാരിക്കാം. ഈ ആൾക്ക് അറിയാം 2 സ്ഥലത്ത് ഈ എനുമറേഷൻ ഫോം ഒപ്പിട്ടിട്ട് തിരിച്ചു തരണമെന്നുള്ളത് ബോധ്യപ്പെട്ട ശേഷമാണ് ഇയാൾ 2 സ്ഥലത്ത് വോട്ട് ചേർക്കാൻ പോകുന്നുണ്ടെങ്കിൽ അവിടെ ഒരു ക്ലോസ് ഉണ്ട്. നമ്മൾ ഈ ആള് 2 വോട്ട് ഉള്ളതായിട്ട് നമുക്ക് കാണാൻ പെടുവാണെങ്കിൽ അവിടെ ഒരു സെക്ഷൻ 31 അനുസരിച്ചിട്ട് ഒരു നിയമം, ഒരു ആക്ഷന്, ലീഗൽ ആക്ഷൻ ഇയാളുടെ എതിരെ നമുക്ക് എടുക്കാൻ പറ്റും. അതിലെ ഫൈന്, ശിക്ഷ അടക്കം എല്ലാ പ്രൊവിഷൻസ് ആ സെക്ഷൻ 31 അതിൽ പറയുന്നത്, എനിക്ക് ബോധ്യമുണ്ട് ഞാൻ ഒരു സ്ഥലത്ത് മാത്രമാണ്
വോട്ട് രേഖപ്പെടുത്താൻ പോകുന്നത് 2 സ്ഥലത്തില്ല എന്നുള്ളത് ഒരു ഡിക്ലറേഷൻ അവിടെ കൊടുക്കണം. സോ അങ്ങനെ കൊടുത്ത ശേഷം ഇപ്പോൾ നമ്മൾ ഈ രണ്ട് ഫോം അപ്ലോഡ് ചെയ്തു എന്ന് വെക്കാം. അപ്ലോഡ് ചെയ്ത ശേഷം ഇതെല്ലാം സെൻട്രലൈസ്ഡ് ഡേറ്റാബേസ് ആണ്. നമ്മുടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടൂൾസ് വെച്ചുകൊണ്ട് നമുക്ക് കുറേ ഈ ഫസി ലോജിക് നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അതായത് ഡെമോഗ്രാഫിക് സിമിലർ എൻട്രീസ് എന്ന് നമ്മൾ പറയും. പേര് ഒരു സിമിലർ ആയിട്ടുള്ള പേര്, ഇല്ലെങ്കിൽ സിമിലർ ആയിട്ടുള്ള ഒരു ജെൻഡർ, സിമിലർ ആയിട്ടുള്ള ഏജ്, സിമിലർ ആയിട്ട് അച്ഛനുടെ അമ്മയുടെ പേരുകൾ, അതെല്ലാം വെച്ചിട്ട് നമുക്കൊരു ഫസി ലോജിക് വെച്ചിട്ട് ഡെമോഗ്രാഫിക് സിമിലർ എൻട്രീസിന്റെ ഭാഗമായിട്ട് ഒരു സിമിലർ ആയിട്ടുള്ള എൻട്രീസ് ഇങ്ങനെ 2 3 ഉണ്ടോ എന്നുള്ളത് നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അതുമൂലം വെരിഫിക്കേഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് കൃത്യമായിട്ട് ആക്ഷൻ എടുക്കാനും സാധിക്കും. അതാണ് ഒരു ഓപ്ഷൻ. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഒരു ഫോട്ടോ സിമിലർ എൻട്രീസ് എന്ന് പറയും. ഇപ്പോൾ 2 ഫോട്ടോ അതിലൊപ്പിട്ടിട്ട് സെയിം ആള് അവരുടെ ഫേസ് സെയിം ആയിരിക്കുമല്ലോ. സോ അത് അപ്ലോഡ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമ്മുടെ സിസ്റ്റം മൂലം ഫോട്ടോ സിമിലർ എൻട്രീസ് കൂടി നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും. ഐഡന്റിഫൈ ചെയ്ത ശേഷം ഈ ആളെതിരെ ശക്തമായിട്ടുള്ള ഒരു നടപടിയിലേക്ക് നമ്മൾ പോകുന്നതായിരിക്കും. അതാണ് വിവരങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ ഈ ഇരട്ട വോട്ട് കണ്ടെത്താനുള്ള സംവിധാനം നിലവിലില്ലല്ലോ. അതിപ്പോൾ അന്തിമ വോട്ടർ പട്ടികയൊക്കെ വന്നു കഴിയുമ്പോൾ, അല്ലെങ്കിൽ വോട്ടർ പട്ടിക തയ്യാറായി കഴിഞ്ഞതിന് ശേഷമല്ലേ ഈ പറഞ്ഞ പോലെയുള്ള പരിശോധനയൊക്കെ നടക്കുക? ഇപ്പോൾ നിലവിലുള്ള സംവിധാനം വെച്ചിട്ട് നമ്മുടെ ഒരു നിർദ്ദേശം, നമുക്ക് തന്നിട്ടുള്ള നിർദ്ദേശം എന്ന് പറയുന്നത് ആൾക്കാർ പറയുന്നത് ആയിരിക്കും ഒരു ഫേസ് വാല്യൂ ആയിട്ട് അത് ശരിയായിട്ടുള്ള ഇൻഫർമേഷൻ എന്ന് നമ്മൾ കണക്കാക്കണം എന്നുള്ളതാണ് നിലവിലുള്ള ഒരു സംവിധാനം. അങ്ങനെയാണ് ഈ ഫോം ഫിൽ ചെയ്ത ശേഷം തരുന്ന എല്ലാ ആൾക്കാരും ഡ്രാഫ്റ്റ് റോളിലേക്ക് നമ്മൾ കൊണ്ടുപോകണമെന്ന് പറയുന്നത്. ആ സമയത്ത് ഒരു വെരിഫിക്കേഷൻ ഉണ്ടാവില്ല. അതാണ് ചട്ടം. അത് കണ്ടിട്ടായിരിക്കും നമ്മുടെ ഉദ്യോഗസ്ഥർ ഇതിനെ മൊത്തം വെരിഫിക്കേഷൻ ചെയ്യുന്നത്. പിന്നെ ഒബ്ജക്ഷൻസ് ഉണ്ടെങ്കിൽ ആൾക്കാർക്ക് ഒബ്ജക്ഷൻ കൊടുക്കാനുള്ള സംവിധാനം അപ്പോൾ ആണ് വരാൻ പോകുന്നത്. എനുമറേഷൻ ഫോം ചെയ്യുന്ന എല്ലാ ആൾക്കാർ ആ ഡ്രാഫ്റ്റ് റോളിൽ നമ്മൾ കൊണ്ടുവരും. അത് കണ്ടിട്ട് വെരിഫിക്കേഷന് ക്ലെയിംസും ഒബ്ജക്ഷൻ ചെയ്ത ശേഷം ആ സമയത്ത് ഇതെല്ലാം വെരിഫൈ ചെയ്ത ശേഷം ഫൈനൽ റോളിൽ പോകുന്ന സമയത്ത് ഇതെല്ലാം നമ്മൾ ക്ലീൻ ആക്കിയിട്ടാണ് കൊണ്ടുപോകുന്നത്. അതിന് വേണ്ടിയിട്ട് തന്നെയാണ് ഈ ക്ലെയിംസും ഒബ്ജക്ഷൻസ് കാര്യങ്ങളൊക്കെ എല്ലാം ഉള്ളത്. ശരി, അപ്പോൾ SIR കഴിഞ്ഞിട്ടാണ് ഈ പറയുന്ന ഈ ചെക്കിംഗ് പരിശോധനയും കാര്യങ്ങളും ഒക്കെ നടക്കുക എന്നാണല്ലോ സാർ പറഞ്ഞു വയ്ക്കുന്നത്. അപ്പോൾ അത് നമുക്ക് ഈ വിവരങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ അങ്ങനെ ഒരു സംവിധാനം അങ്ങനെയല്ല. ഇല്ല, ഞാൻ പറഞ്ഞത് ഡ്രാഫ്റ്റ് പബ്ലിക്കേഷൻ ഈസ് നോട്ട് ദ കംപ്ലീറ്റ് SIR പ്രോസസ്. കംപ്ലീറ്റ് SIR പ്രോസസ് എന്ന് പറയുന്നത് ഫൈനൽ പബ്ലിക്കേഷൻ ആണ്. കംപ്ലീറ്റ് SIR പ്രോസസ്. ഡ്രാഫ്റ്റ് SIR എല്ലാം നമ്മുടെ എല്ലാ ഒപ്പിട്ട ആൾക്കാർ നമ്മൾ കൊണ്ടുവരണം. അത് കാണിട്ട് 2 മാസത്തിന്റെ സമയത്താണ് ഈ മൊത്തം പ്യൂരിഫിക്കേഷന്, ക്ലെയിംസ്, ഒബ്ജക്ഷൻസ് കാര്യങ്ങളൊക്കെ നടത്തും. വെരിഫിക്കേഷൻ ഓഫ് ഡോക്യുമെന്റ്സ് എല്ലാം ആ സമയത്താണ് നടക്കുന്നത്. ആ സമയത്ത് AI ടൂൾസ് അടക്കം എല്ലാ സംവിധാനം വെച്ചിട്ട് തന്നെ ആയിരിക്കും മൊത്തം വെരിഫിക്കേഷൻ നടക്കാൻ പോകുന്നത്. അവസാനത്തെ ലിസ്റ്റ്, അതായത് 9th February അതായത് 7th February നമ്മൾ എപ്പോൾ നമ്മൾ ഫൈനൽ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാൻ പോകുന്നു, ആ സമയത്തായിരിക്കും ഈ മൊത്തം പ്യുവർ ആയിട്ടുള്ള ഒരു ഇലക്ട്രൽ റോള് നമുക്ക് പ്രസിദ്ധീകരിക്കാൻ സാധിക്കുന്നത്. പിന്നെ താങ്കൾ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം കറക്റ്റാണ്. നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ ഇത് കൃത്യമായിട്ട് വെരിഫൈ ചെയ്യാൻ സാധിക്കുമെന്നുള്ളതെല്ലാം ഉണ്ട്. അത് ഇലക്ഷൻ കമ്മീഷൻ അത് ഉചിതമായിട്ടുള്ള തീരുമാനം ആ ഭാഗത്തിന് ആലോചിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ SIRയുടെ ഭാഗമായിട്ട് തന്നെ അങ്ങനെയുള്ള മൊഡ്യൂൾസ് ഒക്കെ അവർ റിലീസ് ചെയ്യാനുള്ള സാധ്യത കൂടിയുണ്ട്. ശരി, അങ്ങനെ ഇരട്ട വോട്ട് ഈ അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നതിന് മുൻപ് കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നീടുള്ള ഒരു നടപടി എങ്ങനെയായിരിക്കും സാർ? അത് സെക്ഷൻ 31 അനുസരിച്ചിട്ട് ഇവരുടെ എതിരെ ശക്തമായിട്ടുള്ള ഒരു ക്രിമിനൽ കേസ് ലോഞ്ച് ആവും. പിന്നെ റൈറ്റ് ടു ഇത് റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾ ആക്ട് അനുസരിച്ചിട്ടുള്ള ആക്ഷൻ ഉണ്ടാവും. അത് ഏകദേശം ഒരു ഫൈൻ ആൻഡ് ഇംപ്രിസൺമെന്റ് 2 ഉണ്ട്. പിന്നെ ബാക്കി പോലീസിന്റെ ഭാഗത്തിനുള്ള ഒരു ഫോർജറി, ചീറ്റിംഗ് കാര്യങ്ങളൊക്കെ BNSS അനുസരിച്ചിട്ടുള്ള കുറേ ചട്ടങ്ങൾ അതിൽ കൂട്ടിച്ചേർക്കും. സോ ഒരു ശക്തമായിട്ടുള്ള ഒരു ആക്ഷന് അങ്ങനെയുള്ള ആൾക്കാരെതിരെ ഉണ്ടാവും. ശരി, ഒരു പ്രേക്ഷകനുണ്ട് ഖത്തറിൽ നിന്ന്. സലാമാണ് ചേരുന്നത്. സലാം, നേരിട്ട് ചോദിച്ചോളൂ അദ്ദേഹത്തോട്. ഹലോ സാർ, ഹലോ. സലാം, കേൾക്കാം അദ്ദേഹത്തിന്. ചോദിച്ചോളൂ. ഡിലേ ആവുന്നുണ്ട്, അതുകൊണ്ടാണ് ചോദ്യം ചോദിച്ചത്. ഞാൻ ഖത്തറില് 77 വന്നതാണ്. അപ്പൊ ഇലക്ഷൻ ടൈമിൽ നാട്ടിൽ എത്താൻ പറ്റാറില്ല. അപ്പൊ ഇതുവരെ വോട്ട് ചെയ്തിട്ടില്ല.
ഇപ്പൊ ഫാമിലി 10-36 വർഷമായിട്ട് ഖത്തറിലുണ്ട്. 2 പിള്ളേർ ഇവിടെ തന്നെ ജനിച്ചത്. അവര് പഠിച്ചതും ജോലി ചെയ്യുന്നതൊക്കെ ഇവിടെ തന്നെയാണ്. അപ്പൊ അവരെ ഇനിയിപ്പോ എന്താ ചെയ്യേണ്ടത്? ആധാർ കാർഡും എല്ലാം ഉണ്ട്. പക്ഷെ എന്റെ വീടിന്റെ പണി കഴിഞ്ഞില്ല. വീട് പണി നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. അപ്പൊ ഇങ്ങനെ ഒരു സംശയം ഉണ്ട്. അപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. താങ്കൾ പുതിയതായിട്ട് വോട്ട് ചേർക്കണല്ലേ? ചേർത്തണം. എനിക്ക് മാത്രമല്ല, പിള്ളേർക്കും ഇല്ല. പിള്ളേർക്ക് താങ്കൾ അവിടെ തന്നെ താമസിക്കാനാണ് ഉദ്ദേശിക്കുന്നത്, ഇല്ല ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? ഞങ്ങള് വരും, വെക്കേഷൻ ടൈമിൽ ഇങ്ങനെ വരും നാട്ടിലേക്ക്. ഇപ്പൊ അടുത്ത് പോയി വന്നിട്ടുള്ളൂ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ താങ്കൾക്ക് ഒരു ഫോം 6A എന്നുണ്ട്, ഓവർസീസ് സെലക്ടേഴ്സിനുള്ള ഫോം 6A. അത് ഫിൽ ചെയ്താൽ മതി. അതനുസരിച്ചിട്ടുള്ള പേര് താങ്കൾക്ക് ചേർക്കാൻ സാധിക്കും. ശരി, താങ്ക് യു സലാം. വയനാട്ടിൽ നിന്ന് അയൂബ് എന്ന പ്രേക്ഷകനാണ് ചേരുന്നത്. അയൂബ്, അദ്ദേഹത്തോട് ചോദിക്കാം. അയൂബ് കേൾക്കാമോ? ഓ, കേൾക്കാം. യെസ്, ചോദ്യം ചോദിച്ചോളൂ. സാർ, ഗുഡ് ഈവനിങ് സാർ. അയ്യൂബ് ആണ്, വയനാട് ജില്ലയിൽ നിന്ന്. എന്റെ മകന്റെ കാര്യവും മരുമകന്റെ കാര്യവും അറിയാൻ. ഗുഡ് ഈവനിങ്. അവര് വന്നിട്ട് 2 പേര്, മകനും മരുമകനും, ഇപ്പോ ഒരാള് ദുബൈയിലും ഒരാള് കുവൈത്തിലും വർക്ക് ചെയ്യുന്നു. നിലവില് 2025 വോട്ടർ പട്ടികയിൽ അവർ ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പോ എന്റെ പേരും ഭാര്യയുടെ പേരും 2002 അതേപോലെ തന്നെ മരുമകന്റെ റിലേറ്റീവ്സും 2002 അപ്പൊ അവരുടെ എന്യൂമറേഷൻ ഫോം ഞങ്ങൾ പൂരിപ്പിച്ചു കൊടുത്താൽ മതിയോ എന്നൊന്നറിയണം. മതി. താങ്കള് മൊത്തം ഫാമിലി അതിലെ കൃത്യമായിട്ട് ആ ഫോം ഫിൽ ചെയ്ത് കൊടുത്താൽ മതി. കാരണം നിങ്ങൾ 2002 പിന്നെ താങ്കളുടെ മക്കള് ഡീറ്റെയിൽസ് 2025 ഉണ്ട്. സോ അങ്ങനെ നോക്കുമ്പോൾ താങ്കളുടെ ഡീറ്റെയിൽസ് കൃത്യമായിട്ട് അത് പൂരിപ്പിച്ച് നൽകിയാൽ മതി. താങ്കൾക്ക് ഭാവിയിൽ ഒരു ഡോക്യുമെന്റ് കൂടി കൊടുക്കാൻ വരത്തില്ല. പിന്നെ സാർ, ഒരു ഡൗട്ട് കൂടെ. ഈ 2002 വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ട ബന്ധുവിന്റെ പേര് ചേർക്കുന്ന കോളത്തില് വന്നിട്ട് ആദ്യം പേര്, പിന്നെ വന്നിട്ട് ബന്ധുവിന്റെ പേര്, ബന്ധം എന്ന് കണ്ടിട്ട് ഒരു കോളം കണ്ടു. അത് എങ്ങനെയാണ് റിലേഷൻ എന്നുള്ളതായിരിക്കും. അത് വോട്ടർ 2002 പറയുന്ന എന്റെ പേരിനോട് ഉൾപ്പെട്ട എന്റെ പിതാവിന്റെ പേര് എന്റെ പിതാവും തമ്മിലുള്ള ബന്ധമാണോ, അതോ എന്റെ മകനും ഈ ചേർക്കുന്ന വോട്ടറും തമ്മിലുള്ള ബന്ധമാണോ? ഓക്കെ, ആദ്യമായിട്ട് ഞങ്ങളെ ഫോമിലുള്ള ടോപ്പിലുള്ളത് അത് പ്രീ പ്രിന്റഡ് ആയിട്ട് വരണുണ്ട്. അത് കണ്ടിട്ടാണ് താങ്കളുടെ അച്ഛന് അമ്മ, താങ്കളുടെ ആരാണ് അച്ഛൻ, താങ്കളുടെ അമ്മ ആരാണ് എന്നുള്ളതാണ് റിലേഷൻ അവിടെ വരുന്നത്. അത് കണ്ടിട്ട് കഴിഞ്ഞ പ്രാവശ്യം താങ്കളുടെ പേര് SIR ഉണ്ടെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് വരും. പിന്നെ താങ്കളുടെ അച്ഛന്റെ ഡീറ്റെയിൽസ് ലെഫ്റ്റ് സൈഡിൽ വരുന്നുണ്ട്. റൈറ്റ് സൈഡിലെ അച്ഛന്റെ ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ അത് എഴുതണം എന്നുള്ളതേ ഉള്ളൂ. അത് താങ്കളുടെ അച്ഛൻ ഓൾറെഡി 2002 ലിസ്റ്റിലുണ്ടെങ്കിൽ അവരുടെ പേരുടെ കൂട്ടത്തിലെ അവരുടെ ഡീറ്റെയിൽസ്, എപ്പിക് ഡീറ്റെയിൽസ് കൂടി ആ ഫോമിലുണ്ട്. 2002 ആ ഒരു എക്സ്ട്രാക്റ്റിലുണ്ടാവും. അത് BLയുടെ കയ്യിലുണ്ട്. താങ്കൾക്ക് ഓൺലൈനിൽ വേണമെങ്കിൽ നോക്കാം. ഏതെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് നമ്മൾ നിങ്ങളെ സഹായിക്കാം. പക്ഷേ ഞാൻ മനസ്സിലാക്കിയത്തോളം താങ്കളുടെ ഡീറ്റെയിൽസ് കൃത്യമായിട്ട് പൂരിപ്പിച്ച് നൽകിയാൽ മതി. ഭാവിയിൽ താങ്കൾക്ക് ഒരു ഡോക്യുമെന്റ്സ് കൂടി കൊടുക്കേണ്ടി വരത്തില്ല എന്നുള്ളതാണ്. കാരണം കൃത്യമായിട്ട് താങ്കളുടെ മക്കൾ എല്ലാം കൃത്യമായിട്ട് മാപ്പ് ആയിട്ടുണ്ടാവും. സോ വേറെ ഒരു പ്രയാസം ഒന്നുമില്ല. ശരി, താങ്ക് യു അയൂബ. തൃശ്ശൂരിൽ നിന്ന് മുസ്തഫ ചേരുന്നുണ്ട്. മുസ്തഫ, അദ്ദേഹത്തോട് ചോദിച്ചോളൂ. ഹലോ സാർ. ഹലോ, നമസ്കാരം. സാർ, ഞാൻ തൃശ്ശൂർ ജില്ലയിലെ തലപ്പള്ളി താലൂക്കിലെ മുസ്തഫയാണ്. കേൾക്കുന്നുണ്ടോ? യെസ് മിസ്റ്റർ മുസ്തഫ. ഞാൻ ചോദിക്കുന്നത് പ്രവാസികൾക്കുള്ള വോട്ടിന്റെ കാര്യമാണ് ചോദിക്കുന്നത്. അവർക്ക് ഇന്ന അവകാശങ്ങളെല്ലാം പറഞ്ഞു, ഇന്ന രീതിയിൽ അവതരിപ്പിച്ചാൽ വോട്ട് ചെയ്യാം എന്ന് പറഞ്ഞു. ആണല്ലോ? അതെ, കംപ്ലീറ്റ് ചെയ്യൂ മുസ്തഫ. അതെ. അപ്പോ ഒരാൾ മരണപ്പെട്ടു പോയ ആളുടെ പേരിൽ ഒരാൾ വോട്ട് ചെയ്തു. പോളിംഗ് ഓഫീസിൽ പോയിട്ട് വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു വ്യക്തി വേറെ ഒരു പ്രവാസി ഇല്ലാത്ത പ്രവാസിക്ക് വോട്ട് ഉണ്ട് പറഞ്ഞ നിയമപ്രകാരം വോട്ട് ചെയ്തു. പക്ഷെ ആ ഒരു വോട്ട് കൊണ്ട് ആ വ്യക്തി ജയിച്ചു കഴിഞ്ഞാൽ
അത് കംപ്ലൈന്റ് ചെയ്താൽ എന്ത് ചെയ്യും എന്നാണ് എനിക്കറിയേണ്ടത്. സോ ഇതിടെ കൃത്യമായിട്ടുള്ള നിയമ അനുസരിച്ചുള്ള ഒരു ആക്ഷൻ എടുക്കുന്നതായിരിക്കും ശ്രീ മുസ്തഫ. അതെ. സോ ഇതൊരു ഹൈപ്പോത്തറ്റിക്കൽ ക്വസ്റ്റ്യൻ ആണ്. സോ അങ്ങനെ ഏതെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ അത് നമ്മുടെ ശ്രദ്ധയിൽ വരുവാണെങ്കിൽ അതിനുള്ള ഒരു നിയമാനുസൃത ഒരു നടപടി ഉണ്ടാവും. അതെ, ജനാധിപത്യ രാജ്യത്തിൽ അതൊരു നിയമം നടപ്പിലാക്കണമല്ലോ. ശരി. ഒരു വോട്ട് കള്ള വോട്ട് ചെയ്താൽ നിയമമാണല്ലോ. ശരി, താങ്ക് യു മുസ്തഫ. എന്തായാലും സർ, ഒരു സംശയമുള്ളത്, ഇപ്പോൾ ഈ 1 മാസത്തോളം വിവരശേഖരണമാണല്ലോ. ഈ വിവരശേഖരണം കഴിഞ്ഞുള്ള പ്രൊസീജിയേഴ്സ് എങ്ങനെയാണ് SIR? സോ ഇന്ന് മുതൽ 4-ാം തീയതി ഡിസംബർ വരെ നമ്മൾ എന്യൂമറേഷൻ ഫോം വിതരണം ചെയ്യുന്നു. ആൾക്കാർ അത് ഫിൽ ചെയ്യുന്നു, നമ്മൾ തിരിച്ചു വാങ്ങുന്നു. അത് കാണിട്ട് എല്ലാ തിരിച്ച് തന്നിട്ടുള്ള ആൾക്കാരുടെ എന്യൂമറേഷൻ ഫോം ആരെല്ലാം തിരിച്ചു തരണോ അവരുടെ ലിസ്റ്റ് നമ്മൾ ഡ്രാഫ്റ്റ് പബ്ലിക്കേഷന് 9-ാം തീയതി ഡിസംബർ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അത് കാണിട്ട് നമ്മുടെ ഉദ്യോഗസ്ഥർ അത് വെരിഫിക്കേഷൻ ചെയ്യും. ക്ലെയിംസ് ആൻഡ് ഒബ്ജെക്ഷൻസിന്റെ പീരീഡ് എന്ന് പറയുന്നത് 1 മാസം ഉണ്ട്. അതായത് ആർക്കെങ്കിലും ഒബ്ജെക്ഷൻ ഉണ്ടെങ്കിൽ, താങ്കൾക്ക് വേണമെങ്കിൽ ഒബ്ജെക്ഷൻ ഉണ്ടാവാം, ബൂത്ത് ലെവൽ ഏജന്റിന് ഒബ്ജെക്ഷൻ ഉണ്ടാവാം, അത് വേണമെങ്കിൽ ആ സമയത്ത് പറയാം. അതിനുശേഷം നമ്മൾ നോട്ടീസ് കൊടുക്കുന്ന കാര്യം, അത് ഹിയർ ചെയ്യുന്ന കാര്യം, അതെല്ലാം നടക്കും. പിന്നെ 7-ാം തീയതി ഫെബ്രുവരി അവസാനത്ത് ആ ഒരു പട്ടിക നമ്മൾ പ്രസിദ്ധീകരിക്കും. അതിനെതിരെ ആർക്കെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അപ്പീലിലോട്ട് വരാം, ജില്ലാ കളക്ടറിനടുത്ത് അപ്പീലിലോട്ട് വരാം. അത് കണ്ടിട്ട് ചീഫ് ഇലക്ടറൽ ഓഫീസറിലോട്ട് അപ്പീലിലോട്ട് വരാം. അതാണ് ഇപ്പോൾ നിലവിലുള്ള പ്രക്രിയ. പക്ഷെ എനിക്ക് നമ്മുടെ പ്രവാസിയോട് എനിക്ക് മീഡിയ 1 ചാനൽ മുഖാന്തരം പറയാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ നേരത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ മീറ്റിങ്ങിൽ കൂടി ഞാൻ ആവർത്തിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ പ്രവാസികൾക്ക് ഏതെങ്കിലും വിധത്തിലുള്ള ഒരു പ്രയാസം ഈ വോട്ട് ഇതിലെ ലിസ്റ്റിലെ വോട്ടർ പട്ടികയിലെ പേര് ചേർക്കാൻ ഉണ്ടെങ്കിൽ ഞാൻ തന്നെ നേരിട്ട് ഇടപെട്ടിട്ട് അവരെ സഹായിക്കുമെന്നുള്ള ഒരു ഉറപ്പ് ഓൾറെഡി ഞാൻ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ മുൻപ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് മീഡിയ 1 ചാനൽ മുഖാന്തരം വീണ്ടും ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു. എല്ലാ പ്രവാസികൾക്ക് ഏതെങ്കിലും വിധത്തിലുള്ള പ്രയാസം ഉണ്ടെങ്കിൽ നമ്മൾ നേരിട്ട് ഇടപെട്ടിട്ട് താങ്കളെ സഹായിക്കും. യെസ്, ഒരേ ഒരു കോൾ കൂടി സർ, നൌഷാദ് ഉണ്ട്. നൌഷാദ്, വേഗം ഒന്ന് ചോദിച്ചോളൂ. പിന്നെ സാർ, എനിക്കൊരു സംശയം. ഹലോ, ചോദിച്ചോളൂ, കേൾക്കാം അദ്ദേഹത്തിന്. പിന്നെ നമ്മളിപ്പോ മെയിനായിട്ട് എന്തൊക്കെ രേഖകളാണ് നമുക്കിപ്പോ വേണ്ടത്? ഇപ്പോ ശ്രീ നൌഷാദ്, നമുക്ക് എന്യൂമറേഷൻ ഫോം താങ്കൾക്ക് കിട്ടി. സർ പറഞ്ഞോളൂ, കണ്ടിന്യൂ. എന്യൂമറേഷൻ ഫോം താങ്കൾക്ക് കിട്ടുമ്പോൾ അത് പൂരിപ്പിച്ച് നൽകണം എന്നുള്ളതേ ഉള്ളൂ ഇപ്പോൾ നിലവിലുള്ള എന്യൂമറേഷൻ ഫേസിലെ. പിന്നെ ഭാവിയിൽ ഏതെങ്കിലും രേഖകൾ വരുവാണെങ്കിൽ അതിലെ 12 രേഖകളിലെ ഒരു രേഖ കൊടുക്കണം എന്നുള്ളതേ ഉള്ളൂ. അതിലെ പാസ്പോർട്ട് ഉണ്ട്. താങ്കൾ വേറെ സ്ഥലത്താണോ? പാസ്പോർട്ട് ഉണ്ട് അതിൽ? ഇല്ല സാറേ, പാസ്പോർട്ട് ഞാൻ നാട്ടിലാണ്, ഇവിടാണ് ഞാൻ, കൊല്ലം. ഇവിടെയാണല്ലേ? ഓക്കെ, ശരി. പിന്നെ വേറെ എന്താ രേഖകൾ? താങ്കൾ ആധാർ ഉണ്ടോ? ആധാറുണ്ട്, വോട്ടർ ID ഉണ്ട്, പിന്നെ മറ്റേ ബാങ്ക് പാസ്ബുക്ക് ഉണ്ട്, പാൻ കാർഡ് ഉണ്ട്, ഇതെല്ലാം ഉണ്ട്. ശരി. അതിലെ ഇപ്പോ ആധാർ കാർഡ് ഒരു ഡോക്യുമെന്റ് ആണ്. ജനന സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത്, സ്കൂൾ കോളേജ് അങ്ങനെയുള്ള സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ അത് നമുക്ക് കൊടുക്കാം. ആവശ്യം വരുവാണെങ്കിൽ മാത്രമേ താങ്കളുടെ രേഖകൾ നമ്മൾ ആവശ്യപ്പെടാൻ പോകുന്നുള്ളൂ. സോ അങ്ങനെ ഒരു സംശയം വേണ്ട. താങ്കൾ നാട്ടിലുണ്ട്, താങ്കൾ നാട്ടിൽ തന്നെയാണ് ഉള്ളത്. സോ ഏതെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ നമ്മൾ നിങ്ങളെ സഹായിക്കാം. വേറെ ഒരു പ്രയാസം വരാത്ത രീതിയിൽ താങ്കളെ നമ്മൾ സഹായിക്കും. യെസ്, എന്തായാലും ഞാൻ ഒരുപാട് സമയമെടുത്തു, സമയം അതിക്രമിച്ചു എന്നറിയാം. വളരെയധികം നന്ദി സാർ. ഈ ഒരുപാട് സമയം ഉറങ്ങാനുള്ള സമയമാണ് എന്നൊക്കെ അറിയാം. എന്നെങ്കിലും താങ്കൾ അതിഥിയായി എത്തിയതിന്, ഈ സംശയങ്ങളൊക്കെ ദൂരീകരിച്ചതിന് ഒരിക്കൽ കൂടി നന്ദി പറയുന്നു സാർ. താങ്ക് യു. ഓക്കെ സാർ, താങ്ക് യു സാർ. ഗുഡ് നൈറ്റ്. താങ്ക് യു. ഗുഡ് നൈറ്റ്. യെസ്, എന്തായാലും SIR-നെ സംബന്ധിച്ചുള്ള നടപടിക്രമങ്ങളെക്കുറിച്ചുള്ള ഏറെക്കുറെ ആശങ്കകളൊക്കെ പരിഹരിക്കപ്പെട്ടിട്ടുണ്ടാകും. പ്രവാസികൾക്കും ഒരുപാട് ആശങ്കകൾ ഉണ്ടായിരുന്നു, അതൊക്കെ പരിഹരിക്കപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുകയാണ്.